ഹലോ, കഴിഞ്ഞ 2 വീഡിയോസ് ചെയ്തപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെയ്യുന്നതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെയുള്ള പോസിറ്റീവും നെഗറ്റീവും ഒക്കെ നിങ്ങൾ പറയുമ്പോഴാണ് മനസ്സിലാവുന്നത്. പിന്നെ ഇനി എന്തൊക്കെ വീഡിയോസ് ഇടണമെന്ന് ഒരുപാട് പേര് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ എങ്ങനെയായാലും കുറച്ച് വീഡിയോസ് ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു വെൽവെറ്റ് ഫ്രോക്കിൻ്റെ നെക്ക് കട്ട് ചെയ്യണമെന്ന് സ്റ്റിച്ച് ചെയ്യണമെന്നാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പ്ലെയിൻ ക്ലോത്തുമ്മിൽ ബോഡി പാർട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വർക്ക് ക്ലോത്തുമ്മിൽ ഫ്രണ്ടിൽ കുറച്ച് ഭാഗം അര ഇഞ്ച് വിട്ടിട്ടാണ് ഞാൻ നെക്ക് വരച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അതിൻ്റെ ഡിസൈൻ എത്ര ലെങ്ത്ത് വേണോ അതിനനുസരിച്ച് നമുക്ക് വരച്ചു കൊടുക്കാം. ഇതിന് ഞാൻ ഷോൾഡർ എടുത്തിട്ട് 3.5 ഇഞ്ചും ലെങ്ത്ത് എടുത്തിട്ട് 5 ഇഞ്ചും എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഇവിടെ ഒരു ഇഞ്ച്, ഈ നെക്കിൻ്റെ ഈ ഭാഗത്ത് 1 ഇഞ്ച് എടുത്തിട്ടാണ് ഞാനിത് ഈ ഡിസൈൻ വരച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇത് കട്ട് ചെയ്തതിൻ്റെ ശേഷം ഈ മുൻഭാഗം നമ്മൾ ഇങ്ങനെ രണ്ടാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 പാർട്ടാക്കിയിട്ടാണ് ഞാൻ ഇതിൽ ലൈനിങ് ഇട്ടിട്ട് മറിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ നെക്ക് ഒന്നും കട്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു ചതുരത്തിലുള്ള പീസ് എടുത്തിട്ടുള്ളൂ. കാരണം നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്യാം. അല്ലെങ്കിൽ എങ്ങനെയായാലും വെൽവെറ്റ് കുറച്ച് വലിഞ്ഞു പോണതുകൊണ്ട് നമുക്ക് വലിഞ്ഞു പോകും. അപ്പോൾ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം ഇതിൽ നെക്കൊക്കെ. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഭാഗമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അവിടെ ഫുള്ളായിട്ട് ലൈനിങ് കറക്റ്റ് കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ചെറുതായിട്ടൊരു കട്ടിട്ട് കൊടുത്തിട്ട് അത് മറിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അത് നല്ലപോലെ പതിച്ചടിച്ച് കൊടുക്കുക ആ ഭാഗം. പിന്നെ പതിച്ചടിച്ച് കഴിഞ്ഞതിന് ശേഷം നെക്കൊക്കെ ലൈനിങ് പോലെ ഒന്ന് കൂട്ടി അടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ 2 ഭാഗം നമ്മൾ കട്ട് ചെയ്തില്ല, ഇതുപോലെ മറ്റേതും ചെയ്തെടുക്കുക. പിന്നെ നമ്മളിത് രണ്ടും എടുത്തിട്ട് നമ്മൾ ബോഡി പാർട്ടിൻ്റെ നെക്കുമ്മൽ കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ഇങ്ങനെ 2 വെച്ച് കൊടുക്കുമ്പോൾ നടുഭാഗം കറക്റ്റാക്കിയിട്ട് ഒരു ചെറിയൊരു ഭാഗം ഒന്നിൻ്റെ മുകളിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക. കാരണം നമ്മൾ 2 കൂടി മുകളിലാക്കി വെച്ച് ആ ഒരു ഭാഗം ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് പോകും. അപ്പോൾ അങ്ങനെ ഈ രീതിയിൽ വെച്ച് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് ഇതിൻ്റെ മേലെ കോട്ടൺ ലൈനിങ് ഇട്ടിട്ട് നമുക്ക് മറിച്ച് കൊടുക്കാം. കോട്ടൺ ലൈനിങ് പോലും ഞാൻ നെക്ക് കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് കറക്റ്റാക്കി നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒന്നിൻ്റെ മുകളിൽ ഒന്നാക്കി വെച്ചില്ല, അപ്പോൾ ആ ഭാഗമൊക്കെ ഇതിൻ്റെ ഉള്ളിലായിട്ട് പോയിട്ടുണ്ടാവും. ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ലൈനിങ് മറിച്ച് കൊടുക്കാം. അപ്പോൾ തന്നെ നമ്മൾ ആ ഡിസൈൻ ചെയ്ത ഭാഗം രണ്ടും കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. നടുഭാഗം അങ്ങനെ കറക്റ്റാക്കിയിട്ട് വന്നിട്ടുണ്ടാവും. ഇനി എപ്പോഴും ചെയ്യണ പോലെ നമുക്ക് ഷോൾഡർ മുട്ടിയിട്ട് ബാക്ക് ഭാഗം അറ്റാച്ച് ചെയ്തിട്ട് പിന്നെ സ്ലീവ് വെച്ച് അങ്ങനെ ഞാൻ ഫ്രോക്ക് ഫുള്ളാക്കിയിട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള ഭാഗം ഞാൻ അതിൽ കാണിച്ചിട്ടില്ല. പിന്നെ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ മോമിന് വേണ്ടിയിട്ട് ടോയ്ലറ്റിൽ സീക്വൻസ് വർക്ക് വരുന്ന ഒരു കുർത്തയും പാൻറ്റുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഷോള് കസ്റ്റമർ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഷോൾ നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ വെൽവെറ്റിൻ്റെ ഫ്രോക്കിന് അടിഭാഗം നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ വർക്ക് ക്ലോത്ത് തന്നെ ബാക്കിൽ നമ്മൾ വലിയൊരു ബോയും ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ മറന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതിൻ്റെ കൂടെ കസ്റ്റമർ ഇട്ട ഫോട്ടോ കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വർക്കിൻ്റെ വീഡിയോസായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.